VDS പണി തുടങ്ങി. CPM-ന് രാഷ്ട്രീയ തിരിച്ചടികൾ ഇനി തുടരെയുണ്ടാകുമെന്നാണ് പുതിയ നീക്കങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. 2023-ൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള യാത്രയ്ക്കിടെ ആലപ്പുഴയിൽ കോൺഗ്രസിന്റെ യുവ നേതാക്കളെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സംഘം മർദ്ദിച്ച സംഭവത്തിൽ പുനരന്വേഷണം നടത്താൻ പ്രത്യേക സംഘം രൂപീകരിച്ച് VDS ആദ്യ വെടിപൊട്ടിച്ചു. SP ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ കേസ് അന്വേഷിക്കുക. ആരാണെന്നറിയാമോ ഈ SP ഷൗക്കത്ത് അലി? അതറിയുമ്പോഴാണ് VDSന്റെ നീക്കത്തിന്റെ ആഴം എത്രയെന്ന് മനസ്സിലാകുക. TP കേസ് സൂത്രധാരനെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയ CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനനെ നടു റോഡിൽ കാർ തടഞ്ഞ് അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥനാണ് AP ഷൗക്കത്ത് അലി. കൊടിസുനിയെയും സംഘത്തെയും പിടികൂടിയതും ഇതേ ഷൗക്കത്ത് അലിയായിരുന്നു. DYSP ബൈജു പൗലോസാണ് ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ. DYSP അടക്കം 6 ഉദ്യോഗസ്ഥർ ഈ സംഘത്തിലുണ്ട്. 1 മാസത്തിനകം അന്വേഷണ റിപ്പോർട്ട് നൽകാനാണ് DGPയുടെ നിർദ്ദേശം. കഴിഞ്ഞ ദിവസം VD സതീശൻ സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ പ്രഖ്യാപിച്ച പ്രധാന തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു ആലപ്പുഴയിലെ മർദ്ദനത്തിലെ പുനരന്വേഷണം. മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ സമരക്കാരെ മർദ്ദിച്ച സംഭവത്തിൽ SIT രൂപവൽക്കരിച്ച് അന്വേഷണം നടത്തുമെന്നായിരുന്നു മുഖ്യമന്ത്രി VD സതീശന്റെ പ്രഖ്യാപനം. സംഭവത്തിൽ പുനരന്വേഷണം നടത്തണമെന്ന് നേരത്തെ കോടതിയും ഉത്തരവിട്ടിരുന്നു. തുടർന്ന് ചൊവ്വാഴ്ച രാവിലെ സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തി. ഇതിനുശേഷമാണ് SP ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തെ അന്വേഷണത്തിനായി നിയോഗിച്ചത്. അന്വേഷണ സംഘത്തോട് എത്രയും വേഗം റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് സംസ്ഥാന പോലീസ് മേധാവി അറിയിച്ചിരിക്കുകയാണ്. 2023 മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗവൺമെന്റും സെക്യൂരിറ്റിക്കാരും തല്ലിച്ചതിച്ച യൂത്ത് കോൺഗ്രസ്സുകാരുടെ കേസ് അന്വേഷിക്കാനായിട്ട് പുതിയ ടീമിനെ സർക്കാർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 2023 ഈ സംഭവം. ആലപ്പുഴ ജനറൽ ജംഗ്ഷന് സമീപം മുഖ്യമന്ത്രിയുടെ നവകേരള യാത്രയായിട്ട് ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി കടന്നുപോയപ്പം അവിടെ പ്രതിഷേധിച്ച 2-3 യൂത്ത് കോൺഗ്രസ്സുകാരിൽ ഒരാൾ KSU ജില്ലാ പ്രസിഡന്റ് AD തോമസ് ആയിരുന്നു. മറ്റൊരു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജയ് ജൂവൽ തോമസ് എന്നയാളും. ഇവരെ 2-3 പേര്, ഇവർ 2 പേരും മറ്റൊരാളും മാത്രമായിരുന്നു. ആ പ്രതിഷേധത്തിന് അവർ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് മുമ്പിൽ നിന്ന് കറുത്ത കൊടി കാണിച്ച് പ്രതിഷേധം രേഖപ്പെടുത്തിയത്. മുഖ്യമന്ത്രിയുടെ എസ്കോട്ട് വാഹനത്തിൽ നിന്ന് ഗൺമാനും മറ്റും ഇറങ്ങി അവർ കരുതി വച്ചിരുന്ന പത്തലെടുത്ത് ഈ യൂത്ത് കോൺഗ്രസ് 2 പേര് ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യം സോഷ്യൽ മീഡിയയിൽ കേരളം മുഴുവൻ നമ്മൾ കണ്ടു. എത്ര ക്രൂരമായിട്ടാണ് ഒരു മനുഷ്യൻ മറ്റുള്ളവരെ മർദ്ദിക്കുന്നത്. ഒരു കുറ്റവും ചെയ്യാതെ റോഡിൻ്റെ സൈഡിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ചു ആ കാറ് കടന്നു പോയപ്പോൾ. ഇതൊക്കെ നമ്മളെ വളരെയധികം വേദനപ്പെടുത്തിയതാണ് ആ പോലീസ് നടപടി. മുഖ്യമന്ത്രിയുടെ ജീവന് രക്ഷാപ്രവർത്തനം നടത്തിയവരാണ് ഗൺമാനും സംഘവും എന്നാണ് അതിന് കൊടുത്ത വിശദീകരണം. പക്ഷേ ആ 2 പേരെയും ഭീകരമായിട്ട് മർദ്ദിക്കുന്നതിനെ സംബന്ധിക്കുന്ന CCTV ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. പോലീസ് കേസെടുത്തു. ആ കേസ് അധികാരത്തിലിരുന്ന ആൾക്കാരെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന DYSPമാരും SIമാരും ആ കേസിനകത്ത് വലിയ സാങ്കത്യമില്ല, തെളിവില്ല എന്ന് പറഞ്ഞ് റഫർ ചെയ്ത് കളഞ്ഞു. ആ കേസിൻ്റെ അന്വേഷണം റിപ്പോർട്ട് കോടതി കൊടുത്തപ്പം കോടതിയിൽ അതിനകത്ത് തെളിവില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ ശ്രമിച്ചപ്പം പരിക്കേറ്റ യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ കോടതിയിൽ ആ ദൃശ്യം ഹാജരാക്കി. അത് കണ്ട് കോടതി അന്വേഷണം നടത്താനായിട്ട് ഉത്തരവിട്ടു. ഏകദേശം ആ ഉത്തരവ് കഴിഞ്ഞിട്ട് 1.5 വർഷം കഴിഞ്ഞു. സംസ്ഥാനത്തെ പോലീസ് മേധാവിയോ DGPയോ അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലാ SPയോ ആ കേസിൻ്റെ സത്യസ്ഥിതി ജനങ്ങൾ മുഴുവൻ കണ്ടതാണ്. പക്ഷെ പോലീസിന് അത് കാണാൻ കഴിയുന്നില്ല. ആ കേസ് റഫർ ചെയ്യത്തക്ക രീതിയിൽ തെളിവില്ല എന്നുള്ള രീതിയിൽ ഒരു റിപ്പോർട്ട് കോടതി കൊടുത്തപ്പം കോടതിയിലെ പ്രതികളെ CCTV ദൃശ്യം ഹാജരാക്കിയപ്പോൾ അത് കണ്ട കോടതി ആ കേസിൻ്റെ തുടരന്വേഷണം നടത്താൻ ഉത്തരവിട്ടു. പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. നിയുക്ത അന്ന് പരിക്കേറ്റ AD തോമസ്, അന്ന് KSUവിൻ്റെ ജില്ലാ പ്രസിഡൻ്റായിരുന്ന തോമസ്,
അദ്ദേഹം ഇന്ന് MLA ആയിട്ട് ജയിച്ചു. നിയുക്ത MLA ആണ്. 21-ാം തീയതി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നു. അദ്ദേഹം ഇതിനെ സംബന്ധിച്ച് സത്യസന്ധമായ ഒരു അന്വേഷണം നടത്തണമെന്ന് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പുതിയ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിൻ്റെ SP ഷൗക്കത്ത് അലിയാണ്. ആലപ്പുഴ ജില്ലാ ക്രൈംബ്രാഞ്ച് SP ആണ് ഷൗക്കത്ത് അലി. ഇപ്പം ഷൗക്കത്ത് അലിയുടെ ഒപ്പം ആ കേസിൻ്റെ അന്വേഷണ മേൽനോട്ടം DYSP ബൈജു പൗലോസാണ്. രണ്ടുപേരും കേരളത്തിലെ അന്വേഷണ കാര്യത്തിൽ മികവ് തെളിയിച്ച ഉദ്യോഗസ്ഥരാണ്. അവർ രണ്ടുപേരും സത്യവും നീതിയും വിട്ട് പോകില്ല. SP ഷൗക്കത്ത് അലി അറിയാം. DYSP ആയിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം കോഴിക്കോടും കണ്ണൂരും ഉണ്ടായ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗുണ്ടകളുടെ ആക്രമണത്തിൽ ആ പ്രതികളെ സധൈര്യം പോയി അവിടുത്തെ വനത്തിൽ നിന്ന് പിടിച്ചെടുത്ത പാർട്ടിഗ്രാമമായ കുന്നുകൾക്കിടയിൽ നിന്ന് പിടിച്ചെടുത്ത ധൈര്യസമേതം അവരെ നേരിട്ട വ്യക്തിയാണ് ഷൗക്കത്ത് അലി. ഷൗക്കത്ത് അലിക്ക് പിന്നീട് സംസ്ഥാന പോലീസിൽ നിന്ന് പ്രശ്നമാകും എന്ന് കരുതിയിട്ടാവാം അദ്ദേഹം CBI പോയിരുന്നു. അതിനുശേഷം മടങ്ങി വന്നു. CBIയിൽ ഇരുന്ന സന്ദർഭത്തിന് അദ്ദേഹത്തിന് SP IPS സ്ഥാനം കിട്ടിയത്. അതിനുശേഷം ഈ കഴിഞ്ഞ ഗവൺമെൻറ് ആലപ്പുഴയിലെ ക്രൈംബ്രാഞ്ചിലായിരുന്നു അദ്ദേഹത്തിനെ പോസ്റ്റ് ചെയ്തത്. അതോടൊപ്പം നമുക്കറിയാം ബൈജു പൗലോസ് സിനിമാ നടൻ്റെ കേസ് അന്വേഷിച്ച വ്യക്തിയാണ്. ദിലീപിൻ്റെ കേസിനകത്തുള്ള ട്രയലൊക്കെ നമ്മൾ കണ്ടു. ആ കേസിൻ്റെ അന്വേഷണത്തിൽ മികവ് തെളിയിച്ച ഒരു DYSP ആണ് ബൈജു പൗലോസ്. അദ്ദേഹം സർക്കിൾ ഇൻസ്പെക്ടർ ആയിരിക്കുമ്പോഴാണ് ബൈജു ഈ ദിലീപിൻ്റെ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ പകുതി ഭാഗം എത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം DYSP ആയി. രണ്ടുപേരും കേരളത്തിലെ പോലീസ് സേനയിലെ വിലപ്പെട്ട സേവനം നടത്തുന്നവരാണ്. രണ്ടുപേരെയും ജനങ്ങൾക്ക് വിശ്വാസമാണ്. അവർ സത്യസന്ധരായ ഉദ്യോഗസ്ഥന്മാരാണ്. അവർ നീതിയുക്തമായി അന്വേഷണം നടത്താൻ അറിയാവുന്നവരാണ്. ഇൻവെസ്റ്റിഗേഷൻ നന്നായിട്ട് പഠിച്ചവരാണ്. മുഖം നോക്കാതെ നീതിപൂർവം കാര്യങ്ങൾ നടത്താൻ കഴിവുള്ളവരാണ്. അതിനാരെയും പേടിയില്ല. രാഷ്ട്രീയ ചിന്തയില്ല, ജാതി ചിന്തയില്ല, മതചിന്തയൊന്നും അവരുടെ മനസ്സിൽ കൂടെ പോവില്ല. ആ രണ്ടുപേരുമാണ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നത്. അതോടൊപ്പം തന്നെ ആ കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ CI ടോൾസൺ, SIമാരായ ജയകൃഷ്ണൻ, ദീനദയാൽ മല്ലൻ, അതുപോലെ തന്നെ അമൃതാനന്ദ് എന്നിവരൊക്കെയാണ് അന്വേഷിക്കുന്നത്. നല്ല കാര്യം. 15 ദിവസത്തിനകം അന്വേഷണം പൂർത്തിയാക്കേണ്ട കാര്യമേ അതേ ഉള്ളൂ. കാരണം അതിനകത്ത് CCTV ദൃശ്യമുണ്ട്, പ്രതികൾ സ്ഥലത്തുണ്ട്. അവരെ 2 പേര് അടിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ആ കേസിലെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയത്. അല്ല, അതിനകത്ത് ഗൺമാന് അനിൽകുമാറുണ്ട്. അതുപോലെ തന്നെ സെക്യൂരിറ്റി സംഘത്തിലെ ഒരു സജീവ് എന്നൊരാളുണ്ട്. ഇവരെ കൂടാതെ 3 പേര് കറുത്ത പാൻറ്റും കറുത്ത ഷർട്ടും ഇട്ട സെക്യൂരിറ്റിയിലുള്ള 5 പേര് ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട്. 5 പേര് കൂടാതെ അവരുടെ ഒപ്പം വടിയായിട്ട് ചാടിയവർ വേറെ ഉണ്ടാകാം. 5 പേരാണ് ഇവരെ മർദ്ദിക്കുന്നത്. അടികൊണ്ട് ചൂളി, അടികൊണ്ട് കുത്തിയിരുന്ന് അടിക്കരുതേ എന്ന് കൈ ഉയർത്തി അവരെ കേണപേക്ഷിക്കുന്ന 2 യൂത്ത് കോൺഗ്രസ്സുകാരെ നമുക്ക് കാണാം. ഇതൊക്കെ ഈ ദൃശ്യങ്ങളൊന്നും നമുക്ക് കേരളത്തിലെ ജനതകൾ മറക്കില്ല. മനുഷ്യനെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലിക്കൊല്ലുന്ന ഭാഗമാണത്. അത് രാഷ്ട്രീയ ചിന്തയുള്ള ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംസ്ഥാന പോലീസിൽ വെച്ചുകൊണ്ടിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആ കേസിൻ്റെ അന്വേഷണം നല്ല മികവുറ്റ 2 അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ മേൽനോട്ടത്തിൽ നടക്കുന്നത് നല്ല കാര്യം. ആഭ്യന്തര വകുപ്പിനെ അഭിനന്ദിക്കുന്നു, മുഖ്യമന്ത്രിയെ അഭിനന്ദിക്കുന്നു. ഇതുപോലെ നീതി ലഭിക്കാത്ത വളരെയധികം കേസുകൾ കേരളത്തിലുണ്ട്. അതൊക്കെ ഒന്നിനു പിറകെ ഒന്നായിട്ട് അന്വേഷണം നടത്തണം. പൊതുജനങ്ങൾക്ക് നീതി ലഭിക്കണം. ഈ 2 പേരല്ല 5 പേര് അതിനകത്ത് 10 കൊണ്ട് അടിക്കുന്ന നമുക്ക് ദൃശ്യങ്ങൾ കാണാം. എങ്ങനെയാണ് ഒരു മനുഷ്യനെ അടിക്കാൻ കഴിയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ആ അടിച്ച വ്യക്തിയും അവരും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അത് മുഖ്യമന്ത്രിയുടെ കാറ് മുന്നിൽ അതിൻ്റെ പിന്നിൽ വന്ന കാറിൽ നിന്ന് ഇറങ്ങിയാണ് ഈ ക്രൂരകൃത്യം കാണിച്ചത്. അതിനകത്ത് അടിക്കാതിരിക്കാൻ അവിടെ പോലീസ് യൂണിഫോം ഇട്ട് 5-6 പേരുണ്ട്. അവർക്ക് കൈകാര്യം ചെയ്യാവുന്ന കാര്യങ്ങളേ വലിയ ഉള്ളൂ. പിന്നെ എന്തിനു ഇവരിറങ്ങി അടിച്ചു? എന്തായാലും ആ അടി കേരള ജനത മറക്കില്ല. ഇവർക്കെതിരായിട്ട് 15 ദിവസത്തിനകം കുറ്റച്ചാർജ് കൊടുത്ത് അവരെ അറസ്റ്റ് ചെയ്ത് ഡീറ്റെയിൻ ചെയ്യണം. അവരെ സബ് ജയിൽ റിമാൻഡ് ചെയ്ത് അവരെ ചാർജ് ഷീറ്റ് 15 ദിവസം കൊടുത്ത് അവർക്ക് എതിരായിട്ടുള്ള കുറ്റച്ചാർജിൻ്റെ ട്രയൽ
എത്രയും പെട്ടെന്ന് നടത്തി അത് ഡിസ്പോസ് ചെയ്യുന്നത് മാതൃകാപരമായ ഒരു ശിക്ഷയായിരിക്കണം അവർക്ക് കൊടുക്കേണ്ടതെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം.